The main purpose of twin tube connections in industries. Okay. എന്താണ് ഇൻഡസ്ട്രീസിൽ ടിൻ ട്യൂബ് കണക്ഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? അവോയ്ഡ് ഗ്ലെയർ, അവോയ്ഡ് സ്ട്രോബോസ്കോപ്പിക് എഫക്ട്, ഗെറ്റ് മോർ ലൈറ്റ്, ഓൾ ഓഫ് ദം. അതായത് എന്താ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായോ? നിങ്ങൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒറ്റ ട്യൂബായിട്ടായിരിക്കില്ല, കൂടുതലും ഇങ്ങനെ 2 ട്യൂബായിട്ടായിരിക്കും അവർ കണക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, 2 ട്യൂബുകളായിട്ടായിരിക്കും കണക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവുക. എന്താ കാരണം? ഇറ്റ് ഈസ് ഫോർ അവോയ്ഡിങ് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ്. സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഇങ്ങനെ 2 ലൈറ്റ് ഒരുമിച്ച് കണക്ട് ചെയ്ത് കൊടുക്കുക, ട്വിൻ ട്യൂബ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ഫേസസിൽ കണക്ട് ചെയ്താൽ നമുക്കിത് ശരിയാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്താണെന്ന് അറിയണം. അതായത് നമുക്കറിയാം നമ്മുടെ ഫ്രീക്വൻസി, ഇപ്പോൾ ലാമ്പിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 ഹെർട്സിലാണെങ്കിൽ 50 സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് അർത്ഥം. ഇത് 50 ടൈംസ് അതിങ്ങനെ ഓൺ ഓഫ് ആകുന്നൊരു എഫക്റ്റ് ഉണ്ട് അവിടെ. അതിൻ്റെ ഒരു ഫ്ലിക്കറിങ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് തിരിച്ചറിയാൻ കഴിയില്ലാത്ത അത്ര ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ടാണ് അത് നമുക്കന്നിങ്ങനെ കാണാൻ പറ്റാത്തത്. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്നൊരു എഫക്റ്റാണ് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ്. അതായത് ഈ എഫക്റ്റ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബോഡിയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ചിലപ്പോൾ റൊട്ടേറ്റിംഗ് ബോഡി മൂവിങ് ആയിട്ട് റൊട്ടേറ്റിംഗ് ബോഡി സ്റ്റേഷനറി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേഷനറി ബോഡി റൊട്ടേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ആ ഒരു സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ റീസൺ ഈ ഫ്ലിക്കറിംഗ് ആണ്, ഈ ഫ്രീക്വൻസി ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രീസിൽ കൂടുതലും ടിൻ ട്യൂബ് അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബക്കോൾസ് റിലേ ഈസ് എ തെർമൽ റിലേ, ഇലക്ട്രോണിക് റിലേ, ഗ്യാസ് ഓപ്പറേറ്റഡ് റിലേ, ന്യൂമാറ്റിക് റിലേ? ഏതാണ്? ബക്കോൾസ് റിലേയുടെ ആപ്ലിക്കേഷൻ എവിടെയാണ്? ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷനിലാണല്ലേ. ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷനിൽ മെയിൻ ടാങ്കിനും കൺസർവേറ്റർ ടാങ്കിൻ്റെയും ഇടയ്ക്കായിട്ടാണ് ആരെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക? ഈ പറഞ്ഞ ബക്കോൾസ് റിലേനെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. എന്തിനാ ഈ ബക്കോൾസ് റിലേ യൂസ് ചെയ്യുന്നത്? ഈ ബക്കോൾസ് റിലേ ആണ് ഈ ടാങ്കിൻ്റെ അകത്ത് എന്തെങ്കിലും ഫോൾട്ടി കണ്ടീഷൻസ് വരുന്നതിന് മുൻപ് തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അതിനുള്ള അലാമൊക്കെ തരുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? അതൊരു ഗ്യാസ് ആക്ടിവേറ്റഡ് റിലേ ആണ്, ഗ്യാസ് ഓപ്പറേറ്റഡ് റിലേ ആണ്. ഓക്കെ, അതിനകത്ത് രണ്ട് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഓയിലിൻ്റെ ഫ്ലോ ഒക്കെ അനുസരിച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന ഗ്യാസസിൻ്റെ ആ ഒരു ലെവൽ അനുസരിച്ചിട്ട് ഇത് രണ്ടും ആക്ടിവേറ്റഡ് ആവും. ആ 2 വാൽവുകൾ ആക്ടിവേറ്റ് ആയ അലാംസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്യാസ് ഓപ്പറേറ്റഡ് റിലേ ആണ് ബക്കോൾസ് റിലേ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ സെമി ഡയറക്റ്റ് ലൈറ്റിംഗ് സിസ്റ്റം % ഓഫ് ലൈറ്റ് റീച്ചസ് ടു ദ വർക്കിംഗ് പ്ലെയിൻ. ഓക്കെ, സെമി ഡയറക്റ്റ് ലൈറ്റിംഗ് സിസ്റ്റത്തിൽ വർക്കിംഗ് പ്ലെയിനിൽ എത്തുന്ന ലൈറ്റിൻ്റെ എമൗണ്ട് എത്രയാണ്? 60 to 90% ആണ് കേട്ടോ. ഡയറക്റ്റ് ലൈറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ 90 to 100% ലൈറ്റ് വർക്കിംഗ് പ്ലെയിനിലെത്തും. സെമി ഡയറക്റ്റ് ആണെങ്കിൽ 60 to 90% ഓക്കെ എത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, പഠിക്കണം. ദെൻ ഇൻ EHT ലൈൻ ദ മാക്സിമം പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ്. EHT ലൈനിൽ എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈൻസിൽ അലോ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? 5%, 3%, 12.5%, 10%. ഓക്കെ, എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈനാണ് ആൻസർ. 12.5% ആണ് കേട്ടോ. ഇനി ഈ 5% എന്ന് പറയുന്നതാണ് ലോ ടെൻഷൻ ലൈനിൽ അലോ ചെയ്തിരിക്കുന്ന പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ്. 5 അല്ലെങ്കിൽ 6 കാണാറുണ്ട്. ഈ 3% എന്ന് പറഞ്ഞ വാല്യൂ എന്താ? ഫ്രീക്വൻസിയിൽ 50 ഹെർട്സ് ഫ്രീക്വൻസിയാണ്. 50 ഹെർട്സിൻ്റെ ആ 50 ഹെർട്സിൽ നിന്ന് മാക്സിമം 3% വരെ ചേഞ്ച് വരാം എന്നുള്ളതാണ് പെർമിസിബിൾ ലിമിറ്റ് ഇൻ ഫ്രീക്വൻസി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ഹെർട്സ് എന്നുള്ളത് 50 × 1.5, അതായത് ഒരു 50 × 3%, അതായത് 1.5. ഒരു ±1.5 ഹെർട്സ് വേരിയേഷനെ വരാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ HT ലൈൻസിൻ്റെ എനിക്ക് തോന്നുന്നു 9% ആണ് എന്ന് തോന്നുന്നു കേട്ടോ. ഇത് കൺഫേംഡ് അല്ല, നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, ഇത് രണ്ടും കൺഫേംഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To get different color in same LED, different fixed voltage want to be applied across it. To get red color in LED, fixed voltage want to applied across it is. Okay, ഒരു LED റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്
അപ്ലൈ ചെയ്യേണ്ട വോൾട്ടേജ് അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, LED വർക്കിംഗ് പറയുമ്പോൾ നമുക്കറിയാം ഓരോ വോൾട്ടേജ് ലെവലിലാണ് ഓരോ കളർ വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കാം. 2.1 to 2.2 1.8 വോൾട്ടാണ് റെഡ് കളറിന് വേണ്ടത് കേട്ടോ. 1.8 വോൾട്ടാണ് വേണ്ടത്.